മുടി കൊഴിച്ചലിന് അല്ലെങ്കിൽ മുടി തിന്നാവുന്നതിന് മിനോക്സിൽ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പേഷ്യൻസ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അണ്ടറിൽ കമൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് കാലാകാലം ഉപയോഗിക്കേണ്ടി വരുമോ, ഉപയോഗിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമോ, ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ചിലവർ പറയും ഉദാഹരണക്കുറവുണ്ടാവും. അതിൽ ഉള്ള കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻസുകൾ, അതിൽ ഉപയോഗിക്കേണ്ട രീതി, അപ്പം എങ്ങനെ നിർത്തണം, പിന്നെ ഇത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളത്. മിനോക്സിഡിൽ നോൺ റെസ്പോണ്ടേഴ്സ്, നമ്മൾ മിനോക്സിഡിൽ ഉപയോഗിച്ചു പക്ഷേ റിസൾട്ട് വരുന്നില്ല, കുറേ കാലം ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ളത് എത്രയോ വർഷങ്ങളുടെ ഒരു പിൻബലമുള്ള ഒരു ടോപ്പിക്കൽ മെഡിക്കേഷൻ മിനോക്സിഡിലാണ്. മുടി കൊഴിച്ചലിന് അല്ലെങ്കിൽ മുടി തിന്നാവുന്നതിന് മിനോക്സിൽ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പേഷ്യൻസ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അണ്ടറിൽ കമൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് കാലാകാലം ഉപയോഗിക്കേണ്ടി വരുമോ, മിനോക്സിൽ ഉപയോഗിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമോ, ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, പിന്നെ ഇത് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ആൽക്കഹോൾ ബേസ്ഡ് ആണോ അതല്ല ആൽക്കഹോൾ ബേസ്ഡ് അല്ലാത്തതാണോ നല്ലത്, അങ്ങനെ പല സംശയങ്ങളും ചോദിക്കലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ മിനോക്സിഡിൽ എന്ന് പറയുന്നത് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏക ടോപ്പിക്കൽ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് മുടി കുഴിച്ചലിന് കഷണ്ടിക്ക് ആയിട്ടുള്ളത്. മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആയാലും ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആയാലും USFDA അപ്രൂവ് ചെയ്തിട്ടുള്ള ഏക ടോപ്പിക്കൽ സൊല്യൂഷൻ മിനോക്സിഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ടുള്ള സാധനം 1980s മുതലേ മിനോക്സിഡിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാലം ആ ഒരു മരുന്ന് മാർക്കറ്റിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ റിസൾട്ടുള്ള സാധനത്തിന് നമ്മൾ പൊതുവേ ഇപ്പം പറയില്ലേ, അപ്പോൾ നിങ്ങൾ മോഡേൺ മെഡിസിൻ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും, ഷുഗറിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ഷുഗറിനുള്ള ഒരു ബേസ് മോഡേൺ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ മോഡേൺ മെഡിസിനിലുണ്ട്. അപ്പം മിക്ക വ്യാജന്മാരും പറയുന്നതാണ് അവിടെ പോയി, കാരണം ഷുഗറിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാവിയിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാവും. അപ്പം ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരിൽ ഇത് 5 വർഷത്തിൽ വരുന്നത് ചിലപ്പോൾ 10 വർഷത്തേക്ക് നീണ്ട് പോകും, പക്ഷേ വരേണ്ടവർക്ക് ചിലപ്പോൾ വരും. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത ഒരാൾ കഴിച്ചിട്ടുണ്ട്, ആ രീതിയിലേക്ക് ആ പറയുന്ന പോലെ ഉള്ള ഒരു പറച്ചിലാണ്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഡ്രിവൺ ഒരു പ്രൊപ്പഗൻഡയാണ്. മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കുറേ പ്രശ്നങ്ങൾ വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. കാരണം അപ്രൂവ്ഡ് ആയിട്ട് റിസൾട്ടുള്ള ഒരു സാധനത്തിന് എങ്ങനെയെങ്കിലും അത് മാർക്കറ്റിൽ നിന്ന് ഒരാൾ ഉപയോഗിക്കാതിരുന്നാലാണ് പല ലേപനങ്ങളും പല സീറംസും പല ആദിവാസി തൈലങ്ങൾ, കുറേ ഹെയർ ഓയിൽസ്, മറ്റ് പല പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം കുറേ പേഷ്യൻസ് വരാറുണ്ട്, ഇത്ര PRP ഇത്ര GFC ചെയ്തു, പ്രിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ മിനോക്സിഡിൽ അതിൽ ഉണ്ടാവില്ല. ഒന്ന് അത്രക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട്, അതായത് മിനോക്സിഡിൽ ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് കണ്ടിട്ട് ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ പോയി കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എന്തായാലും പറഞ്ഞു കൊടുക്കും, നിങ്ങളിത് ഉപയോഗിക്കണം. കാരണം അവർ ഇത്രയും ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഉദ്ദേശിക്കാനും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്, അതിൻ്റെ പാർട്ടായിട്ട് PRP മറ്റതൊക്കെ പറഞ്ഞു കൊടുക്കും. മറ്റ് പല സെൻറ്റേഴ്സും ഇതിനായിട്ട് മാത്രമായിട്ട്, നമ്മളിപ്പം ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ കാണാം, സാധാ ഒരു കാഷ്വാലിറ്റി സെറ്റപ്പ് ആയിരിക്കും, അവിടെയും ബോർഡ് ഉണ്ടാവും PRP ചികിത്സ ലഭ്യമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലൊരു പ്രിസ്ക്രിപ്ഷനിലൊന്നും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, PRP ചെയ്ത് കൊടുക്കും. അപ്പം ആ ഒരു ആൾക്കാർ മിനോക്സിൽ വേണ്ട, മറ്റടുത്ത് പോയിക്കാൻ മിനോക്സിൽ എഴുതും, അതുകൊണ്ട് മിനോക്സിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയി ഇത്രയും കാലങ്ങളായിട്ട് റിസൾട്ട് തന്ന ഒരു മെഡിക്കേഷനാണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, ആൾക്കാർ പലരും പറയുന്നത് ഇത് പ്രഷറിന് കൊടുക്കുന്ന മരുന്നല്ലേ, അത് ഓറൽ മെഡിക്കേഷൻസ് ആയിട്ട് 1979 ആ ഒരു സമയത്ത് ഓറൽ മെഡിക്കേഷൻസ് ആയിട്ട് കൊടുത്തിരുന്നതായിരുന്നു. അതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ലോ ഡോസ് ആണെങ്കിലും ഒരു മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുന്നത് അറൗണ്ട് 50 മില്ലിഗ്രാമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിനോക്സിഡിൽ പൊതുവെ പറയുന്നത് സൊല്യൂഷനെ കുറിച്ചാണ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡോക്ടർ പറയാൻ. ഇപ്പോൾ ലോ ഡോസ് ഓറൽ മിനോക്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പോൾ അതിൽ തലയിൽ തേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് അറ്റാക്ക് വരിക, ഒരാൾക്ക് ചിലവർ പറയും ഉദാഹരണക്കുറവുണ്ടാവും. പല അവിടെ ഇവിടെ നിന്ന് കേട്ടിട്ട് പലരും യൂട്യൂബിലുള്ള ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സാണ് ഫോളോ ചെയ്യുന്നത് അധികം പേരും. അവരെ ആരും എന്തും എല്ലാവരും പലയിടത്തും വെളിച്ചപ്പെടാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഉപയോഗിച്ചാൽ ഉദാഹരണക്കുറവുണ്ടാകും എന്ന് പറഞ്ഞ രീതിയിലും പേഷ്യൻസ് വരാറുണ്ട്. അതൊന്നും എന്തായാലും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ മിനോക്സിഡിലെ ആക്ഷൻ എന്ന് പറയുന്നത് വാസോ ഡയലറ്റേഷനാണ്. ആ ഒരു ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ
ഹൈപ്പർ ടെൻഷനിൽ നമ്മളൊരു അറിയില്ല പൈപ്പിൻ്റെ ഒരു ഡയമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഡയമീറ്റർ കൂടിയ വലിയ പൈപ്പിലാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോ കുറവായിരിക്കും. അതുപോലെ BP കുറക്കാൻ വേണ്ടിയിട്ട് വാസോ ഡയലറ്റേഷൻ, അതായത് നമ്മളെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി BP കുറയും. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്ന മരുന്നാണ്. ഇൻസിഡൻ്റലി അത് ഈ കഷണ്ടി ഉള്ളവർക്ക് മുടി വരുത്തിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഗവേഷണം നടക്കുകയും അത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടി വരുമെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 1980s US FDA ഇതിന് തലയിൽ ഉപയോഗിക്കാവുന്ന അർത്ഥത്തിൽ വരികയും ചെയ്തതാണ്. കുറച്ച് ഈ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈവൻ ലേഡീസിൽ ഒരു 2021 ആ ഒരു സമയത്താണ് തോന്നുന്നത് ലേഡീസിൽ പോലും ഇത് തലയിൽ മിനോക്സിൽ ഉപയോഗിക്കാം, ഫീമെയിൽ പാറ്റേൺ ഹലോസിൽ എന്തൊക്കെ വന്നു. അപ്പോൾ അത് തലയിൽ തേച്ച് പിടിപ്പിക്കുന്ന മിനോക്സിഡിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല, മറ്റ് പ്രശ്നങ്ങൾ ഉദാഹരണക്കുറവോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാവാമെന്ന് പറയുന്നത് ചിലവരിൽ അതിൽ തലയിൽ തേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഇറിറ്റേഷൻസ് വരാം, ഡ്രൈനെസ് ഉണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് ഹെഡേക്ക് പോലെ വരാം, ചെറിയ വാസോ ഡയലറ്റേഷൻ ഉണ്ടാകുന്ന വല്ല ഹെഡേക്ക് ഉണ്ടാവാം. ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ടുള്ളതല്ല. ഇൻ കേസ് വന്നാൽ തന്നെ നമുക്ക് നിർത്താം. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഹെഡേക്ക് ആയിരിക്കില്ല ഉണ്ടാവുക, ആ സമയത്ത് മാത്രം ഉണ്ടാവുക. ചിലവർ ബോഡി തന്നെ ടോളറേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് വരുമ്പം അത് ബുദ്ധിമുട്ടില്ലാത്തവരും ഉണ്ടാവാറുണ്ട്. ഇൻ കേസ് അങ്ങനെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്, ഒരു ഡോക്ടറുടെ പോയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ കമൻസിലൊന്നും ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചും പറയാത്തത്, ഒരാൾക്ക് അഡ്വൈസ് ചെയ്യാത്തത്. കാരണം ഒരാൾ പറഞ്ഞു എനിക്ക് മിനോക്സിൽ ഉപയോഗിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ കാണണം, ഒരാളുടെ അവസ്ഥ അറിയണം, എന്നിട്ട് കൗൺസിൽ ചെയ്യണം. ഇത് ലോങ് ടേം യൂസ് ചെയ്യേണ്ട ഒരു മരുന്നാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ട്. കാരണം പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു തരാം വീഡിയോയിൽ ലേറ്റായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ലോക്കലായിട്ടുള്ള സൈഡ് എഫക്ട്സ് സാധാരണ ചിലവരിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ അത് മിനോക്സിൽ കാരണം ആവണമെന്നുമില്ല. അതിൻ്റെ വെഹിക്കിളായിട്ടുള്ള പ്രൊപ്പലിൻ ഗൈക്ലോ എന്നുള്ളൊരു കണ്ടൻറ്റ് ഉണ്ട് പെനിട്രേഷൻ കൂട്ടാനുള്ള. അതുകൊണ്ടൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്, മിനോക്സിൽ കൊണ്ട് തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാറ്റി വേറൊരു പ്രൊഡക്റ്റ് വെഹിക്കിൾ മാറ്റി അതിനുള്ള കാരണം നമ്മളൊരു മരുന്നാകുമ്പോൾ അതിൻ്റെ ബോട്ടിലിൽ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മിനോക്സിഡിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ അതിൻ്റെ സോൾവെൻറ്റ്, അത് പ്രിസർവേറ്റീവ്, അത് കേടുകൂടാതെ നിൽക്കാനുള്ള കുറച്ചൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഇതിലേതെങ്കിലും ഉള്ള ഒരു ഇറിറ്റേഷൻ ആണെങ്കിൽ മറ്റൊരു കമ്പനിയുടെ മിനോക്സിഡിൽ അതിൽ ചിലപ്പോൾ ആൽക്കഹോളിന് പകരം അല്ലെങ്കിൽ പ്രൊപ്പലീൻ ഗ്ലൈക്കോളിന് പകരം സീറ്റോസോം ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവാൻ. അങ്ങനെ പല പുതിയ ട്രാൻസ്ക്യൂട്ടോൾ P എന്ന് പറഞ്ഞ വേറെ പെനിട്രേഷൻ എൻഹാൻസർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടൻറ്റ് കൊണ്ടുള്ള ഇറിറ്റേഷൻ ആണെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് ഡിഫറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഉപയോഗിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ തീരുന്നതാണ്. അങ്ങനെയുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ സാധാരണ മിനോക്സിഡിൽ കൊടുക്കുന്ന ഡോക്ടേഴ്സ് കാണാറുള്ളൂ. മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ സാധാരണ ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇത് പേടിച്ച് ഉപയോഗിക്കാത്തവരുടെ വായിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളൂ. ഇനി ഒരു മരുന്നും 100% ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയില്ല. ചിലർക്ക് തലവേദന ഉണ്ടാവാം, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവാം. നമ്മൾ തന്നെ പേഷ്യൻസ് വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഈ ബ്രാൻഡ് മാറ്റിയിട്ടോ അതല്ലെങ്കിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ മാറ്റി ഓറൽ മെഡിക്കേഷനിലേക്ക് മാറ്റിയിട്ടോ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മെക്കാനിസം ഓഫ് ആക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു വാസോ ഡയലറ്റേഷനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതൊരു പൊട്ടാഷ്യം ചാനൽ ഓപ്പണറാണ്. അപ്പോൾ അതിൽ നമ്മൾ അവിടത്തേക്കുള്ള രക്തോട്ടം കൂട്ടുകയും പിന്നെ അവിടെ ഡറൽ പാപ്പില്ല, അതായത് നമ്മളൊരു മുടിൻ്റെ ഏറ്റവും അടിയിലുള്ള ഈ കാണുന്നൊരു ഭാഗത്തു നിന്നാണ് പുതിയൊരു മുടി വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയും അതിനൊന്ന് റിജുവിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞ ഈ രക്തോട്ടം കൂട്ടുന്ന രീതിയിലുള്ള മോളിക്യൂൾസൊക്കെ ഇത് അവിടെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആനാജൻ ഫേസ്, നമ്മളൊരു മുടീൻ്റെ ഈ ഒരു ഹെയർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ വളരുന്നൊരു ഫേസ് ഉണ്ട്, ഏകദേശം ഒരു 5.5 years ഉണ്ടാവും. ആ ഒരു ഫേസിനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പോൾ കൂടുതൽ മുടി വളർച്ചയുള്ള ഘട്ടത്തിലാണ് ഉണ്ടാവുകയാണ്. ഷെഡിങ് ഫേസ് കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതലായിട്ട് ഒരു ഹെയറിന് ഒരു കൂടുതൽ വളർച്ച ഉണ്ടാക്കുന്ന ഒരു മെഡിക്കേഷനാണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത്. നമ്മളതിൽ ടോപ്പിക്കൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന വിധം നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് പറയാൻ രാവിലെ രാത്രിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാൻ അതാണ് അതിൻ്റെ ഒരു FDA അപ്രൂവ്ഡ് ഡോസേജ് എങ്ങനെയാണ്. ഇനി ചിലവരിൽ അതാണ് 2 നേരം അപ്ലിക്കേഷൻ്റെ ഭാഗമായി മടിയുണ്ട്, 2 നേരം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു നേരമെങ്കിലും ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും വർക്ക് ചെയ്ത് തന്നെയാണ്. 2 നേരം അപ്ലൈ ചെയ്ത് അത്രത്തിൽ റിസൾട്ട് കിട്ടില്ലെങ്കിലും ദോ ഇറ്റ് ഈസ് വർക്കിംഗ്, അതായത് അവർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ കൂടുതൽ ഹെയർ പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഒരാൾക്ക് 2 നേരം അപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 നേരം അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
പിന്നെ എത്ര അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആണുങ്ങളിൽ ഒരു 1 ml പറയൽ, അതൊരു 5 to 6 സ്പ്രേ എന്ന് പറയും. അപ്ലിക്കേഷൻ്റെ രീതി എന്ന് പറയുന്നത് ആണുങ്ങളിലാണെങ്കിൽ നമ്മളൊരു ടെമ്പറൽ ഈ ഒരു ഏരിയ പോകും, പിന്നെ പോസ്റ്റ് ഫോർലോക്കിൻ്റെ പിറകിൽ പോകും, പിന്നെ വേർട്ടെക്സ് ഏരിയയാണ് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മളിപ്പോൾ കാണുന്ന തിന്നിങ് വരുന്ന ഒരു ഏരിയയിലായിരിക്കണം അത് അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു ലേഡീസിലേക്കാണെങ്കിൽ 1.5 ml 8 സ്പ്രേ വരെ പോകാം. കാരണം അവരുടെ ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയയിൽ ഒരു വലിയൊരു ഫ്രണ്ട് ഒരു പാർട്ടീഷൻ ലൈൻ തൊട്ടിട്ട് വലിയൊരു ഏരിയയിൽ തന്നെ അവർക്ക് ഹെയർ തിന്നിങ് ഉണ്ടാവാം. ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ പാറ്റേൺ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ കൂടുതലായിട്ട് അവർ അപ്ലിക്കേഷന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അവരിൽ 2 നേരം പറയാറില്ല, സാധാരണ 1 നേരമാണ് 5% മിനോക്സിൽ പറയാറുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ചില ഡോക്ടേഴ്സ് 2% വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇറിറ്റേഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ട് ചിലപ്പോൾ ഹൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് കണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നിങ്ങളുടേത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പം സാധാരണ രീതിയിൽ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെ പനി വന്നതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടോ ഉള്ള ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസ് ആയിരിക്കാം. മിനോക്സിൽ വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ. പക്ഷേ നമ്മുടെ അടുത്ത് കുറേ പേഷ്യൻസ് കാരണം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറേ പറയാൻ എത്രയോ സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ട്രൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉള്ള മിസ്ഇൻഫർമേഷനായിട്ടാണ് മിക്ക പേഷ്യൻസ് വരുന്നത്. ഇത് അധികം കണ്ടൻറ്റേഴ്സിൻ്റെയും ഉള്ളിൽ മിക്കവരും ഒരു പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ ഭയങ്കരമായിട്ട് മിനോക്സിഡിലിനെ ഒരു താഴ്ത്തി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉപയോഗിക്കരുത് ആ അർത്ഥത്തിലാണ് അധികം പേരും വരുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതൊരു പേഷ്യൻറ്റിൽ നിന്ന് മാറി വലിയൊരു മാസിലേക്ക് എത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർക്ക് ബദലായി നിങ്ങൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു മരുന്നുകളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ മിനോക്സിഡിൽ എന്തുകൊണ്ടാണ് ഈ ഒരു നിർത്തുമ്പോൾ കൂടുതലായിട്ട് പോകാമെന്ന് പറയുന്നത്, മിനോക്സിഡിൽ ഇനീഷ്യൽ പീരീഡിൽ ഷെഡിങ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീലോജൻ ലോസ് ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഹെയർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫേസ്, അതൊരു പ്രായമുള്ള ഒരു 6 വയസ്സ് ഉള്ള മുടി പോയിട്ട് അടിയിൽ നിന്നുള്ള ആരോഗ്യമുള്ള മുടി വരുന്നത് നമ്മൾ ആനജൻ കറ്റാജൻ ടീലോജൻ പിന്നെ ഷെഡിങ് ഫേസ് ആ രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. കുറേ പേര് ഷെഡിങ് എന്ന് പറയുന്നത് നമ്മൾ മിനോക്സിഡിൽ ഉപയോഗിച്ചതിന് ശേഷം ഇനീഷ്യലായിട്ടുള്ള 1 to 2 മന്ത് ഷെഡിങ് ഫേസ് ആണ് ഉണ്ടാവുന്നത്. അത് ടീലോജൻ ഹെയർ ലോസ് എന്ന് പറയുന്നത്. നമ്മളെ ഒരു ഹെയർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ആനജൻ ഗ്രോത്ത് ഫേസ് ഉണ്ട്, പിന്നെ കാറ്റജൻ ടീലോജൻ ആൻഡ് ഷെഡിങ് ഫേസ്, ആ രീതിയിലുള്ള പല ഷെഡിങ്ങിൻ്റെ ഫേസും ഉണ്ട്. നമ്മൾ ഈ ഒരു ആനജൻ ഫേസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ഈ ഷെഡിങ് ഫേസിലുള്ള മുടി പോയിട്ട് വേണം അടിയിൽ നിന്ന് വേറെ പുതിയ ആനജൻ ഫേസിലുള്ള ഈ ഗ്രോത്ത് ഫേസിലുള്ള ഹെയർ വരാനുള്ളത്. അപ്പോൾ ഇനീഷ്യലി മിനോക്സിൽ ഉപയോഗിക്കുമ്പോൾ ഈ പ്രായമുള്ള മുടിക്ക് പോയിട്ട് അടിയിൽ നിന്നുള്ള മുടി വരുത്തിക്കുക ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസങ്ങളിൽ കൂടുതലായിട്ട് ഹെയർ പോകുന്നത് കാണാം. അപ്പോൾ അത് ഓൾറെഡി പേഷ്യൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഒരു മുടി തിന്നിങ്ങിന് വന്നു അവസാനം സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടുതൽ ഹെയർ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അത് ഈവൻ നിങ്ങൾ PRP ചെയ്യുകയാണെങ്കിലും ആ ഒരു നമ്മൾ ഇഞ്ചെക്ട് ചെയ്തതിൻ്റെയൊക്കെ സ്ട്രെസ്സൊക്കെ ഭാഗമായിട്ടും ചിലവർ ഷെഡിങ് ഉണ്ടാകുന്നു. അതൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. 1 to 2 മന്ത് ഷെഡിങ് ഫേസ് കഴിഞ്ഞാൽ 3rd മന്ത് മുതൽ ബേബി ഹെയർസ് വന്നു വരാൻ തുടങ്ങും. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴാണ് ഒരാൾക്ക് ഒരു റിസൾട്ട് വരുന്നുണ്ട രീതിയിലേക്ക് വരാൻ 9 to 12 months ആണ് ഇതിൻ്റെ പീക്ക് റിസൾട്ട് ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കും. നമ്മൾ ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്റ്റാർട്ടിങ് ഫേസിലുണ്ടാവും പൊതുവേ നമ്മൾ മിനോക്സിൽ പോലെ കാര്യങ്ങളൊക്കെ പറയാൻ. അതേസമയം തന്നെ ഒരു എൻഡ് സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവെ ട്രാൻസ്പ്ലാന്റ് ആണ് പറയാൻ, കാരണം പിന്നെ അതിൻ്റെ മേലെ അധികം കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. പക്ഷേ ചിലവരിൽ ഇനി അതിൻ്റെ മിഡിൽ ഫേസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങും അല്ല അങ്ങ് എത്തിയിട്ടുമില്ല, പക്ഷേ കുറച്ച് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് വരണം. നമ്മൾ പൊതുവേ അതിൻ്റെ PRP, GFC, എക്സോസോം അതുപോലുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, നാനോഫാറ്റ് അതുപോലുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം കുറേ വരാനുണ്ട്. അപ്പോൾ മിനോക്സിൽ മാത്രം കൂടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും, ഇതിൻ്റെ പെട്ടെന്ന് റിസൾട്ട് വരാനുള്ളത് അതല്ലെങ്കിൽ മിനോക്സിലും കൂടെ റിസൾട്ട് വരുന്നതിൻ്റെ കൂടെ പ്ലസ് റിസൾട്ട് കിട്ടാനുള്ള രീതിയിൽ ഇങ്ങനെയുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കും. പക്ഷേ അതെല്ലാവർക്കും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, ചിലർക്ക് പ്രൊസീജിയറിനെക്കൊണ്ട് പേടി ഉണ്ടാവാം. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് നിർബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, നിർബന്ധമില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് അറിഞ്ഞിരിക്കണം എത്ര കാലം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 1-2 മാസം ഷെഡിങ് ഫേസ് ആയിരിക്കും. 6 മാസം ആകുമ്പോൾ ഏകദേശം ഒരു റിസൾട്ട് വന്നു തുടങ്ങും. പിന്നെ ഒരു 9 to 12 മന്ത് ആയിരിക്കും പീക്ക് റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ചിലവരിൽ ഭയങ്കരമായിട്ട് നല്ല റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഒരാൾ ഒരു വാട്സാപ്പിൽ അയച്ചാന്നതാണ് അവർ ഓൺലി മിനോക്സിൽ മാത്രം ഉപയോഗിച്ചുള്ള റിസൾട്ടാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് 3 മാസം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. പലരും ആ രീതിയിലേക്ക് ഉണ്ടാവും. ഇനി അത് വേറെ കുറച്ചും കൂടി പോയവരാണെങ്കിൽ
ഇത് അവർക്ക് കൂടെ PRP അതുപോലുള്ള സപ്ലിമെൻറ്റ്സ് അതിൻ്റെ കൂടെ, അതായത് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഗ്രോത്ത് സിഗ്നൽസ്, എക്സോസോം എന്ന് പറയുന്ന രീതിയിൽ ബ്ലഡ് എടുക്കാതെ തന്നെ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയിൽ പല ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇത് ഇത്തരത്തിൽ റിസൾട്ട് വരുന്നവർക്ക് അതും കൂടി ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു ഏർലി ഫേസ് അല്ല കുറച്ച് പോയിട്ടുണ്ട്, അപ്പം കുറച്ചൊരു ഹെയർ ഫോളിക്കിൾ പാപ്പിലയൊക്കെ എന്താണ് ഒരു ഡോർമെൻറ്റ് ഫേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചും കൂടി ഹൈ സ്റ്റിമുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള സങ്കേതങ്ങൾ ഈ PRP, എക്സോസോം അതുപോലുള്ള ഡ്യൂട്ടാസോം, മീസോതെറാപ്പി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി വേറെ ഇതിൻ്റെ കൂടെ പറയാനുള്ളതിന് എപ്പോൾ നിർത്തേണ്ട ഒരു കാര്യം ചോദിക്കാറുണ്ട്, നിർത്തേണ്ടതുണ്ടോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോജനിറ്റിക് അലോപേഷ്യ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ബ്ലഡിൽ ആണത്തം ഉള്ളിടത്തോളം കാലം, അതല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹൈലോസിൻ്റെ പെണ്ണത്തെന്ന് പറയാം, എന്നാൽ ലേഡീസിലും ചെറിയ ഹോർമോൺ മെയിൽ ആൻഡ്രോജനറ്റിക് ഹോർമോൺസും അവരിൽ ഉണ്ടാവാം. അതിൻ്റെ സെൻസിറ്റിവിറ്റി കൊണ്ടും ഫീമെയിൽ പാറ്റേൺ ഹൈലോസ് ഉണ്ടാവും. കൂടുതലായിട്ട് നമ്മളിപ്പം കഷണ്ടിനെ കുറിച്ച് മെയിൽസിനെ കുറിച്ച് അഡ്രസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 15 years to 45 years നല്ല രീതിയിൽ ആ ഒരു മെയിൽ ഹോർമോൺസിൻ്റെ ആക്ഷൻ കൂടുതലുള്ളൊരു സമയമാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഒരു 15 വയസ്സിൽ മീശ കീർത്തം മുതൽ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള മുടി തിന്നായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഏകദേശം 50% തിന്നിങ് വരുന്നൊരു സമയത്താണ് എന്താണ് ഒരാൾക്ക് ഉള്ളു കുറയുക നമ്മൾ ഫീൽ ചെയ്ത് തുടങ്ങാൻ. ആ സമയത്ത് പൊതുവെ ആൾക്കാർ വരുത്ത് ഡെയിലി 100 മുടി എല്ലാവരും പോകും. അപ്പോൾ ഇവൻ തിന്നതിന് ശേഷം പിന്നെ വീട്ടിലുള്ള ആ 100 മുടി പോകുന്നത് ഇങ്ങനെ നോക്കിയിട്ട് അതാ മുടി പോകുന്നത് പറയും. മുടി പോകുന്നതല്ല ഇതിൽ സംഭവിക്കുന്നത്, മുടി തിന്നാവുന്നതാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണായി മാറിയിട്ട് അത് നമ്മളുടെ ഹെയർ ഫോളിക്കുള്ള റൂട്ടിനെ രക്തോട്ടം ചുരുക്കിയിട്ട് വാസ്കുലേറ്റിനെ ഷ്രിങ്ക് ചെയ്തിട്ട് രക്തോട്ടം കുറഞ്ഞ് അതിനെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിനിയേച്ചറൈസേഷനാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളത് ഒരു 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ആ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് മിനോക്സിഡിലൊക്കെ ഇത്രയും ലോങ് ടേം യൂസ് ചെയ്യേണ്ടി വരുന്നത്. അല്ലാണ്ട് മിനോക്സിഡിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ലോങ് ടേം മരുന്ന് ഉപയോഗിക്കേണ്ട അവസ്ഥയല്ല. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നീ നന്നാവേണ്ട, നന്നായിക്ക് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മോശമായിട്ട് നടക്കാമെന്ന് പറയുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മിനോക്സിൽ ഉപയോഗിക്കേണ്ട, കഷൻ്റെ പോയിക്കോട്ടെ ആ അർത്ഥത്തിൽ. അതായത് മിനോക്സിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഒന്ന് ഈ പറഞ്ഞ റിസൾട്ട് കണ്ടില്ലേ, ഇയാൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഗ്രാജുവലി ഒരു 5 years അതിന് തിന്നാവുന്നു. ഇവർ ഉപയോഗിച്ചതുകൊണ്ട് ഇവന് അവസ്ഥയിലേക്ക് കിട്ടി. ഇവൻ എത്രത്തോളം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഈ ഒരു മിനോക്സിലിനെ കൊണ്ട് എത്ര റിസൾട്ട് കിട്ടുമോ ആ ഒരു പീക്ക് റിസൾട്ട് ഉണ്ടാവുമല്ലോ ഒരു മരുന്നിൻ്റെ, അതുവരെ അവൻ ആ ഒരു റിസൾട്ടോട് കൊണ്ടുപോകും. പിന്നെ അവർ മിനോക്സിഡിലിനെ കൊണ്ട് പിടിക്കാത്ത രീതിയിലേക്കുള്ള പോയിച്ചിലാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് PRP മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമല്ലോ. കാരണം നമ്മളൊരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി ആർ പ്രിസേർവിങ് ഹെയർ ഫോളിക്കിൾസ്. നമ്മൾ ആ ഒരു ഹെയർ റൂട്ടിനെ നമ്മളവിടെ എന്താണ് പ്രിസേർവ് ചെയ്യുകയാണ്. ഭാവിയിൽ മറ്റെന്തെങ്കിലും പുതിയ ട്രീറ്റ്മെൻറ്റ് വന്ന് ഹെയർ റൂട്ടുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കഷണ്ടി ആവില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഉപയോഗിക്കണം എന്നിട്ട് വണ്ടടിച്ച് നടന്ന് നല്ലൊരു സമയത്ത് യൂസ് ചെയ്യുകയും ചെയ്യില്ല. അവസാനം റൂട്ടൊക്കെ പോയതിന് ശേഷം പിന്നെ ഒന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ ആക്കി ഒത്തിരിക്കുന്നത് എത്രയോ നല്ലതാണ്. നമ്മൾ നല്ലൊരു സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്യുക, നിർത്തുമ്പോൾ അത് പൊഴിഞ്ഞു പോകുന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിർത്തുക. അതല്ലാതെ എന്താണ് ചിലവർ പറയും എന്താണ് നിർത്തിക്കഴിഞ്ഞാൽ നല്ലത്, നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുന്നുള്ളത്. നിർത്താവുന്നതൊക്കെയാണ്, അതെങ്ങനെയാണ് നിർത്തുന്നത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് ഇഫ് യുവർ ഹെയർ ഈസ് ഡിപ്പെൻഡഡ് ഓൺ ഈസ് മിനോക്സിഡിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ തിന്നിങ് ഓൺ ഗോയിങ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് നിർത്തി കഴിഞ്ഞാലും പോകാത്തവരുണ്ട്. കാരണം അവരത് അത്ര മിനോക്സിഡിലിൻ്റെ അത്ര ആവശ്യമില്ലായിരുന്നു, അവർ ഭയങ്കരമായിട്ട് മുടിയുമായിട്ടുള്ള കൺസേൺ ഉള്ളതുകൊണ്ട് യൂസ് ചെയ്തതാണ്, ഭയങ്കരമായിട്ട് തിന്നിങ് നടക്കുന്നില്ല. അങ്ങനെയുള്ളവരിൽ ഇപ്പോൾ ചില ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കഴിഞ്ഞ പേഷ്യൻസ് അവരുടെ വളരെ സ്ലോലി ഈ ഒരു സ്പേസിലുള്ള ആൾക്കാരൊക്കെ പൊതുവെ സ്ലോലി തിന്നിങ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് അത് അത്രയ്ക്ക് മിനോക്സിഡിൽ മറ്റു കാര്യങ്ങൾ വേണ്ടി വരാറില്ല. ചിലവർ നമ്മളത്തൊന്നും പിന്നെ ഫോളോ അപ്പ് ചെയ്യാറില്ല, അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ റിസ്ക് എടുക്കാൻ വേണ്ടി പറയാറില്ല. തലയിൽ ജസ്റ്റ് സ്പ്രേ അടിക്കേണ്ട ആവശ്യമുള്ളൂ, തലകുത്തി മറിഞ്ഞ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി റുട്ടീനിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാനാണ് പറയാറ്. ഇനി അത്തരം ഹെയർ ഡിപ്പെൻഡഡ് അല്ലാത്തവരിൽ ചിലപ്പോൾ നിർത്തിയാലും പോകാറില്ല. പക്ഷേ നല്ല രീതിയിൽ തിന്നിങ് ഉള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ട് വാവ് എന്നുള്ള റിസൾട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ വന്നവരാണെങ്കിൽ നിർബന്ധമായും അവർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അവരുടെ ഈ ഇത്രയും മുടി അവരുടെ മിനോക്സിഡിൽ കാരണം വന്നതാണ്. ആ മുടി മിനോക്സിഡിൽ നിർത്തുമ്പോൾ അത് പോകുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ അതേ പറഞ്ഞു നിർത്താതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിർത്തുന്നതാണെങ്കിൽ നമ്മൾ സ്ലോലി ടേപ്പർ ചെയ്യണം. ഇപ്പോൾ ഒരാൾ 5% രാവിലെ രാത്രിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം 5% ഒരു നേരം മാത്രം ആക്കുക. പിന്നെ 1-2 മാസം ആൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് കൊണ്ടുപോവുക. പിന്നത്തെ 2 മാസം ആഴ്ചക്ക് 2 ദിവസം ആക്കുക. പിന്നെ പതിയെ സ്റ്റോപ്പ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തുമ്പോൾ ഒരു റാപ്പിഡ് ഷെഡിങ് ഫേസിലേക്ക് പോകും. കാരണം നമ്മൾ ഇത്രയും മുടി ഇപ്പോൾ നമ്മൾ ഒരു മിനോക്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചില മിനോക്സിഡിൽ ഡിപ്പെൻഡ് അല്ലാത്ത മുടിയും മിനോക്സിഡിൻ്റെ ആ ഒരു ഗ്രോത്ത് സ്പേർട്ടിൽ ആ ഒരു ഗ്രോത്ത് സ്റ്റിമുലേഷൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഗ്രോത്തിലേക്ക് പോകാറുണ്ട്. നമ്മളത് പെട്ടെന്നൊരു റിലീസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് ഷെഡിങ് ഫേസിലേക്ക് പോകും. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ആ ഒരു ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മനസ്സിനെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർഡ് ആക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ രീതിയിൽ ടേപ്പർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ മെല്ലെ മെല്ലെ ടേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഷെഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒരു 6 മാസമാണ് നാച്ചുറലായിട്ടുള്ള ഒരു തിന്നിങ് ഫേസിലേക്ക് ഒരാൾ എത്താൻ. അപ്പോൾ ഒരാൾ പോകുന്നുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നിർത്തിക്കഴിഞ്ഞാൽ ഒരു റാപ്പിഡ് ഷെഡിങ് ഫേസ് ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള ജെനറ്റിക് ആയിട്ടുള്ള തിന്നിങ് ഒരു 6 മാസത്തേക്ക് നാച്ചുറൽ തിന്നിങ് ഫേസിലേക്ക് എത്തും. അപ്പോൾ അത് നമ്മൾ അറിയണമെങ്കിൽ ഈ മെല്ലെ മെല്ലെ ടേപ്പർ ചെയ്താലാണ് അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മിനോക്സിഡിൽ. അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്ലോലി ടേപ്പറിങ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കൂടാതെ വേറൊരു കൂട്ടരുണ്ട് മിനോക്സിഡിൽ നോൺ റെസ്പോണ്ടേഴ്സ്. നമ്മൾ മിനോക്സിഡിൽ ഉപയോഗിച്ചു, പക്ഷേ റിസൾട്ട് വരുന്നില്ല, കുറേ കാലം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്നിട്ടും ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു 6 മാസമെല്ലാം ആകുമ്പോൾ റിസൾട്ട് അറിയാമെന്നുള്ളത്. അപ്പോൾ അവർക്ക് റിസൾട്ട് വരുന്നില്ല. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അതിനൊരു കാരണമുണ്ട്. മിനോക്സിൽ നോൺ റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ സൾഫോണിൽ ട്രാൻസ്ഫറേസ് എന്നുള്ളൊരു എൻസൈം ഉണ്ട്. ഹെയർ ഫോളിക്കലിൻ്റെ ഔട്ടർ റൂട്ട് ഷീറ്റ് സെല്ലിലാണ് ആ എൻസൈം ഉള്ളത്. നമ്മൾ മിനോക്സിൽ എന്ന് പറയുന്നത് പ്രോഡ്രഗ് ആണ്. പ്രോഡ്രഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോം അല്ല. അത് നമ്മൾ ശരീരത്തിൽ മിനോക്സിൽ സൾഫേറ്റായി മാറിയാൽ മാത്രമേ അത് അതിൻ്റെ ആക്ഷൻ, അതായത് വാസോ ഡയലറ്റേഷൻ, അവിടെ രക്തോട്ടം കൂട്ടുക, ഡെർമൽ പാപ്പിലിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇതിൻ്റെയൊക്കെ മൂർത്ത രൂപം മിനോക്സിൽ സൾഫേറ്റിനാണ് ഉണ്ടാവുക. മിനോക്സിൽ എന്ന് പറയുന്നത് പ്രോഡ്രഗ് ആണ്, ആക്റ്റീവ് ഫോം അല്ല. അപ്പോൾ നമ്മൾ തലയുടെ സ്കാൽപ്പിൽ സൾഫോൺ ട്രാൻസ്ഫറേസ് ഒരു അറൗണ്ട് 30% ആൾക്കാരിൽ അത് ആക്ഷൻ കുറവായിരിക്കും. നല്ല ആക്ഷൻ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ മിനോക്സിൽ വർക്ക് ചെയ്യും. ഇനി നല്ല ആക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മിനോക്സിഡിൽ 5% യൂസ് ചെയ്താലും റിസൾട്ട് ഉണ്ടാവില്ല. അതിൽ ഡോക്ടേഴ്സ് പൊതുവേ ചെയ്യുന്നതാണ് അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ളത്. അതിൻ്റെ 5%, 7.5%, 10% ആ രീതിയിൽ ഡോക്ടേഴ്സ് അവർ പതിയെ പതിയെ കൂട്ടിക്കൊണ്ടുവരും. ഈ എൻസൈം ഡെഫിഷ്യൻസി ചിലർക്കും ഈ നമ്മൾ ഫ്ലഡ് ചെയ്തിട്ട് മിനോക്സിഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റാറുണ്ട്. അതല്ലാത്തവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഓറൽ ലോഡോസ് മിനോക്സിൽ എന്ന് പറയുന്നത്. അതിലും ഒരു സ്കിന്നിലെത്തിക്കാൻ സൾഫോൺ ആക്ഷൻ ആവശ്യമുണ്ടെങ്കിലും സിസ്റ്റമിക് ആയിട്ട് തന്നെ അത് മിനോക്സിൽ സൾഫേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓറലായിട്ട് എടുക്കുമ്പോൾ ബ്ലഡ് വഴി അതിൻ്റെ പ്രോഡ്രഗ് ആക്റ്റീവ് ഫോമിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അത് ഓറൽ മിനോക്സിലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ആണ്. നമ്മളിപ്പം എപ്പോഴും എവിടെയും പോകുമ്പം തേച്ച് പിടിപ്പിച്ച് അത് ഇങ്ങനെ എത്ര ഇതിനും കൊണ്ട് മെനക്കെടുക അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടി വരില്ല. ബോട്ടിൽ എടുക്കേണ്ടതില്ല, ഒരു സ്ട്രിപ്പ് എടുത്താൽ മതി. പിന്നെ നമ്മളത് ജസ്റ്റ് ഒരു ഗുളിക കഴിക്കുന്ന പോലെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ആ ഒരു കൺവീനിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതേസമയം തന്നെ പുതിയ സ്റ്റഡീസൊക്കെ വരുന്നുണ്ട്. 5% മിനോക്സിഡിൽ അപ്ലൈ ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ ലോ ഡോസ് ഓറൽ മിനോക്സിഡിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ഡോസിങ് ഫോമൊക്കെ നിങ്ങളൊരു ഡോക്ടറോട് പോയി കഴിഞ്ഞാൽ അവരത് സ്ലോലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, സാധാരണ രാത്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറയും. ചിലർക്ക് ആ ഒരു പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ, കാരണം നമ്മളൊരു വാസോഡൈലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് BP ഫോളോ ആകാനുള്ളൊരു സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയും. അത് പിന്നെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് പൊതുവേ നമ്മൾ BP ഹൈപ്പർടെൻഷന് കൊടുക്കുന്ന ഡോസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ സൈഡ് ഇഫക്ട്സ് ഒക്കെ വളരെ റെയറാണ്. സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് ഒന്നിതാണ്, ചിലർക്ക് BP ചെറിയ ഫോളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലവരിൽ റിഫ്ലക്സ് ആയിട്ട് പൾസ് റേറ്റ് കൂടുന്ന പോലെ ഉണ്ടാവാറുണ്ട്. റെയറായിട്ട് പെരിക്കാർഡിയൽ എഫ്യൂഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾ തന്നെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതേസമയം തന്നെ റെയർ സൈഡ് ഇഫക്ട്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പം ഇത് എത്ര മൈലേജ് ഉണ്ടാവും, ഇത് എത്ര കാലം ഓടും, ഇത് നല്ല റീസെയിൽ വാല്യൂ ഉണ്ടോ എന്നൊക്കെ അല്ല നോക്കാൻ. ഒരാളത്ത് ഒരു ഷോറൂം പോയിട്ട് ഈ വണ്ടി വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ആവുമെന്ന് ചോദിക്കാറില്ല. ആക്സിഡൻറ്റ് ചോദിക്കാൻ ആക്സിഡൻറ്റ് ആവില്ല എന്ന് ആരും പറയും ചെയ്യില്ല, പക്ഷേ ആക്സിഡൻറ്റ് ആവാറുണ്ടല്ലോ വണ്ടികൾ. അപ്പോൾ അതുപോലെയാണ് ഈ സൈഡ് ഇഫക്ട്സ് ഒക്കെ. ഒരു മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്നൊരു മരുന്ന് എത്രയോ ആൾക്കാരിൽ പരീക്ഷിച്ചിട്ട്
അവരുടെ സൈഡ് ഇഫക്റ്റ് പ്രൊഫൈൽ, അതിൻ്റെ റിസൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇതിനെക്കുറിച്ചുള്ളത് നിങ്ങളെ ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അത് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു വിദഗ്ധനായ ഡോക്ടറാണ് നിങ്ങൾക്ക് പറയേണ്ടത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല. മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മിനോക്സിഡിലിൻ്റെ സൊല്യൂഷൻ്റെ റേറ്റ് നോക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള ഈ ഓണിയൻ ഓയിൽ, റോസ്മെരി, മറ്റ് കുറേ കാര്യങ്ങൾ ഓയിൽസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു സീറംസ് നോക്കുക. അതിപ്പം ഫാർമ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മിനോക്സിഡിലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സീറത്തിൻ്റെ കോസ്റ്റിൻ്റെ പകുതിയാണ് ഉണ്ടാവല്. അപ്പോൾ ഒരു പകുതി റേറ്റുള്ള ഒരു സാധനത്തിനെ കൊണ്ട് ഒരാൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം ആ പകുതി റേറ്റുള്ള സാധനങ്ങളിൽ വാങ്ങാൻ, മറ്റത് വാങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അതിനെക്കുറിച്ചൊരു ഭയങ്കര ഭീകര ഒരു സംഭവമാക്കി മാറ്റും പൊതുവേ ഒരു എസ്പെഷ്യലി ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളത്, ബിസിനസ് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. ആൾക്കാരുടെ കോൺഫിഡൻസും മറ്റേതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ പലരും ഇതിൽ തന്നെയാണ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളതിനെക്കുറിച്ച് കൺസേൺ ഉള്ളവരാണ്. അതിൽ വലിയൊരു മാർക്കറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിൽ മിനോക്സിലിനെ അവതരിപ്പിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ലോഡോസ് ഓറൽ മിനോക്സിൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള ഒരു വന്നു. നമ്മൾ മിനോക്സിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓറലായിട്ട് ഹൈപ്പർ ടെൻഷന് വേണ്ടി കൊടുത്തു. അങ്ങനെയുള്ളൊരു കുറച്ച് മുടി വരുന്നത് കണ്ടു. അത് പിന്നെ ഗുളിക അരച്ച് സൊല്യൂഷൻ ആക്കിയിട്ട് തലയിൽ തേച്ചു, അത് റിസൾട്ട് കണ്ടു. പിന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മിനോക്സിൽ തേക്കുന്നതിനെ കൊണ്ട് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വെക്കുന്ന ഒരു കേരളീയ സമൂഹമുണ്ട്. കാരണം നമ്മൾ പൊതുവേ മരുന്നിൻ്റെ കാര്യത്തിൽ എത്ര സാക്ഷരത പറഞ്ഞു കഴിഞ്ഞാലും എത്ര വിദ്യാസമ്പന്നത പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരുന്നിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾ പോലും ചോദിക്കാൻ ഇതിലില്ല, അതിനുള്ള സൈഡ് എഫക്റ്റ് ഇല്ലെന്ന് ചോദിക്കുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു തിരിച്ചു നടത്തമാണ് ഉള്ളത്. അതായത് സൊല്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഓറൽ മിനോക്സിലേക്ക് മാറുന്നുണ്ട് ലോഡാസ് ആയിട്ടുള്ളത്. അത് നിർബന്ധമൊന്നുമില്ല, കാരണം റിസൾട്ട് ഈക്വലി ഇഫക്റ്റീവ് എന്നല്ലാതെ എക്സ്ട്രാ റിസൾട്ട് എന്ന് പറയുന്നില്ല. എക്സെപ്റ്റ് ഒരു മിനോക്സിൽ നോൺ റെസ്പോണ്ടേഴ്സിന് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കാണുന്നത്. കാരണം ഇവർക്ക് സ്കാൽപ്പിൻ്റെ സൾഫോൾഡിൽ ട്രാൻസ്ഫറേസിൻ്റെ മാത്രം ആവശ്യമില്ല ഓറലായിട്ട് ഗുളിക കഴിക്കുന്നവരിൽ. അതില്ലാതെ തന്നെ അവർക്ക് ഇപ്പം മിനോക്സിൽ ഉപയോഗിച്ച് റിസൾട്ട് ഇല്ലാത്തവർക്ക് ഓറൽ മിനോക്സിലേക്ക് മാറാവുന്നതാണ്. അതല്ലെങ്കിൽ കൺവീനിയൻസ് വേണ്ടവർക്ക്, അല്ലെങ്കിൽ മിനോക്സിൽ ഉപയോഗിക്കുമ്പം ഇറിറ്റേഷൻ, സ്കാൽപ്പ് ഇറിറ്റേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. സ്കാൽപ്പ് ഇറിറ്റേഷൻ പറഞ്ഞതിൻ്റെ കൂടെ പറയാവുന്നൊരു വിഷയമാണ്. നമ്മൾ മിനോക്സിൽ ഉപയോഗിക്കുന്നത് പൊതുവേ പറയുന്നത് മിനോക്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊടിയായിട്ടുള്ളത്. കാരണം അതിൻ്റെ റെസിഡ്യൂ ആണ്. നമ്മൾ ആൽക്കോഹോൾ പ്ലസ് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ആകുമ്പോൾ അതിൻ്റെ സ്റ്റിക്കി ആയിട്ടുണ്ടാവും. അത് ഉണങ്ങുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് ഡാൻഡ്രഫ് അല്ല, മിനോക്സിഡിലിൻ്റെ തന്നെ കണ്ടൻ്റാണ്. യൂഷ്വലി നമ്മളൊരു മോറൽ മിനോക്സിൽ ടോപ്പിക്കൽ മിനോക്സിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ സ്കാൽപ്പ് ഷാംപൂ, മറ്റ് ഹെയർ കണ്ടീഷണർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഫ്ലേക്സൊക്കെ പോകാനാണ്. കാരണം നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണുമ്പോൾ ഒരു 4-5 കാര്യങ്ങൾ കാണും. ഷാംപൂ ഉണ്ടാവും, ഡാൻഡ്രഫിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, മിനോക്സിൽ ഉണ്ടാവും, സീറം ഉണ്ടാവും, പിന്നെ വൈറ്റമിൻ ഉണ്ടാവും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 40-45 കാലം യൂസ് ചെയ്യണമെന്നാണ് പൊതുവേ സമയം ഉണ്ടാവും. പേഷ്യൻസ് ഇത് പറയാറുണ്ട്. ഇതിൽ ഈ 2 സാധനങ്ങൾ, ഇപ്പോൾ മിനോക്സിലാണെങ്കിൽ മിനോക്സിൽ മിനോക്സിൽ ടാബ്ലറ്റ് ഇത് കാലാകാലം ഉപയോഗിക്കാം. മറ്റതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ മിക്കവരും ആ ഒരു ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് മിനോക്സിൽ മാത്രം എഴുതി കഴിഞ്ഞാൽ മിനോക്സിൽ ഉപയോഗിച്ച് ആൽക്കോഹോൾ ബേസ്ഡ് ആണെങ്കിൽ ചെറിയ ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അത് നിർത്തും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മിനോക്സിലിൻ്റെ കൂടെ ഒരു ഹെയർ മോയ്സ്ചറൈസറോ മറ്റ് സ്കാൽപ്പ് ഇറിറ്റേഷൻ കുറക്കുന്ന കാര്യങ്ങൾ കൊടുത്താൽ മതി. അത് സ്റ്റാർട്ടിങ് പ്രിസ്ക്രിപ്ഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഷാമ്പു കാര്യങ്ങളൊക്കെ വീക്ക്ലി 1 or 2 കുറേ കാലം എത്തുന്നതാണ്. അത് ഇനി അതല്ല ആവശ്യമില്ലെങ്കിൽ ഈവൻ ഓൺലി മിനോക്സിൽ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരാളിൽ മിനോക്സിഡിൻ്റെ ഒരു പീക്ക് റിസൾട്ട് എത്തി, പിന്നെ അതിൻ്റെ അപ്പുറം പോകുന്നില്ല, അതല്ല എനിക്ക് ഭയങ്കര റിസൾട്ട് വേണം സാറേ, എനിക്ക് മരുന്നിനെക്കുറിച്ച് പേടിയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓറലായിട്ടുള്ള DHT ബ്ലോക്കേഴ്സും കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കഷണ്ടി അല്ലെങ്കിൽ മുടി തിന്നിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനോക്സിഡിൽ തന്നെയാണ് ഇപ്പോഴും ഒരു USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്. ഇപ്പോൾ കുറേ മരുന്നുകൾ വരുന്നുണ്ട്, PP450, പിന്നെ ക്ലാസ്കോസ്റ്റിറോൺ, അതുപോലെയുള്ള പുതിയ ആൻഡ്രോജൻ റിസപ്റ്റർ ബ്ലോക്കേജ് രീതിയിലുള്ള മരുന്നുകൾ വരുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ റിസർച്ച് ലെവലുള്ളതാണ്, ഇതുവരെ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മുമ്പത്തൊരു ഇൻസ്റ്റാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ആൾക്കാർ ചിലപ്പം അതിനെ ഒരു പാക്ക് ചെയ്തിട്ട് PP450 എന്ന് പറഞ്ഞിട്ട് വരും.
അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓൾറെഡി ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ കമ്പനീസ് PP450 എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് ലെവലിൽ നടക്കുന്നേ ഉള്ളൂ, അപ്രൂവലൊന്നും വന്നിട്ടില്ല, 1-2 വർഷങ്ങളെടുക്കും. അതാണെങ്കിൽ തന്നെ മിനോക്സിലായിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ഒന്നും എത്തിയിട്ടില്ല. കാരണം സേഫ്റ്റി സ്റ്റഡി ഉണ്ട്, സാധാരണ റിസൾട്ട് ഉണ്ട് എന്നല്ലാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയ പെർസെൻറ്റേജിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. വലിയൊരു ഹോപ്പൊന്നും ഹൈപ്പ് പോലെ അത്ര ഇതിൽ വന്നിട്ടില്ല. വരികയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഒരാൾക്ക് നമ്മൾക്കൊരു മുടി കൊഴിച്ചിൽ തിന്നിങ് ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുന്നവരാണ്. അതിന് മറ്റൊരു ട്രാൻസ്പ്ലാന്റിലേക്കൊന്നും പോവാതെ ഒരു മരുന്നൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ആ ഒരു അർത്ഥത്തിൽ പുതിയ മരുന്നുകൾ വരുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള റിയൽ ടൈം എവിഡൻസ് വെച്ചിട്ട് മിനോക്സിഡിലാണ് അതിൽ ഏറ്റവും ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന രീതിയിൽ ടോപ്പിക്കൽ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പല ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളും ഈ അടുത്തൊരു വന്നതാണ്. ഒരു സ്പെയിനിൽ നിന്ന് മിനോക്സിഡിൽ ഉപയോഗിച്ചവരിലെ കുട്ടികളിൽ മുടി വളർച്ച എന്ന് പറഞ്ഞിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ മിനോക്സിഡിലിനെ കൊണ്ടല്ല. അത് അപ്പോൾ പാരൻസ് അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ മാത്രമല്ല, അമ്മ മാത്രമല്ല കുട്ടീനെ നോക്കാൻ ഫാദറിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് അമ്മമാർ കുട്ടികളെ നോക്കുക, പാരൻസ് പോയി അച്ഛൻ പോയി സമ്പാദിക്കുക എന്നുള്ളത്. ഇപ്പം അതിൻ്റെ ഇതൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ സ്പെയിനിൽ ഒരു ഫാമിലി ഹസ്ബൻഡ് പറ്റേണിറ്റി ലീവ് എടുത്തിട്ട് കുട്ടീനെ നോക്കുകയാണ്. അയാൾക്ക് കഷണ്ടി ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മിനോക്സിഡിൽ അതിൻ്റെ ലേബലിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ അതിനുശേഷം കൈ കഴുകണം എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹം ഫോളോ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം മിനോക്സിഡിൽ തലയിൽ തേക്കും, പിന്നെ കുട്ടീനെ എടുക്കും. അപ്പോൾ അയാൾ പിടിച്ച ഭാഗങ്ങളിൽ കുട്ടീൻ്റെ മുതുകിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ മുടി വളരാൻ തുടങ്ങി. ലാനുഗോ ഹെയർസ് ആണ്. നമ്മളത് നിർത്തിക്കഴിഞ്ഞാൽ വെല്ലസ് ഹെയർസ് ആണ്, ടെർമിനൽ ഹെയർസ് അല്ല. അപ്പോൾ അത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഷെഡായിക്കോളും. പക്ഷേ അതൊരു വലിയൊരു ഹൈപ്പായി മിനോക്സിഡിൽ ഉപയോഗിക്കുന്നവർ കുട്ടികളിൽ ഇങ്ങനെ മിനോക്സിഡിൽ ഉപയോഗിക്കുന്നവരുടെ കുട്ടികളിൽ പോലും മുടി വളർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ കൾപ്രിറ്റ് എന്ന് പറയുന്നത് കൈ കഴുകാതെ ആ മിനോക്സിഡ് ജസ്റ്റ് നമ്മൾ കുട്ടീൻ്റെ മേലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് അവിടെ മുടി വരും എന്നുള്ളതാണ്. അപ്പോൾ മിനോക്സിഡിൻ്റെ ഒരു റിസൾട്ടാണ് അതിന് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു പകപ്പയോ പറ്റിയതിൻ്റെ പേരിൽ അപ്പോൾ അതിനാകെന്ന് പറഞ്ഞത് മിനോക്സിഡ് നിർത്താനല്ല പറഞ്ഞത്. ഇനി ലേബലിൽ നിങ്ങൾ പ്രത്യേകിച്ച് അച്ഛന്മാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൈ കഴുകണം കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളൊരു ലേബൽ ഇൻസേർട്ടും കൂടി വെക്കണമെന്ന് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മീഡിയയിലേക്ക് വന്നത് മിനോക്സിഡിൽ ഉപയോഗിക്കുന്നവരിൽ അത്ഭുത ശിഷ്യന്മാർ വരുന്നു, ശിശുക്കൾ വരുന്നു, അതായത് മുടി വളർച്ച കൂടിയിട്ടുള്ള രീതിയിലേക്കുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു മാർക്കറ്റാണ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്രയോ കാര്യങ്ങൾ, എത്രയോ സീറംസ്, ഹെയർ ഓയിലുകൾ, അത്ഭുത മരുന്നുകൾ, ഒറ്റമൂലികൾ ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അതൊരു റിസൾട്ട് തരുന്ന ഒരു മരുന്നിനെ വളരെ അതിനൊരു നെഗറ്റീവ് ആക്കി അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ വലിയ പർവ്വതീകരിച്ച് അത് റീഡബിലിറ്റിക്ക് വേണ്ടിയാവാം മരുന്ന് ലോബി അതിന് പിന്നിലുണ്ടെന്ന് പറയണമെന്നില്ല. കാരണം ആൾക്കാർ വായിക്കണമെങ്കിൽ മുടിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും വരുമ്പോഴാണ് അത് വായിക്കാൻ. അപ്പോൾ അതിന് കുറച്ചും കൂടി പൊടിപ്പും തങ്കലും വെച്ചിട്ട് രീതിയിൽ അവതരിപ്പിക്കും. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ളത് എത്രയോ വർഷങ്ങളുടെ ഒരു പിൻബലമുള്ള ഒരു ടോപ്പിക്കൽ മെഡിക്കേഷൻ മിനോക്സിഡിലാണ്. അതിൽ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. അതിൽ ഉള്ള കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻസുകൾ പറഞ്ഞു, എങ്ങനെ നിർത്തണം, പിന്നെ ഇത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളത്. ഇവൻ നിർത്തുന്നതിൻ്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലാകാലം ഉപയോഗിച്ചിട്ട് ഒരാൾ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളിപ്പം 20 വയസ്സിൽ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരാളാണ് ഉണ്ടായത്. അത് ഈ ഒരാൾ ഒരു 40 വയസ്സേ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലാണ് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ 30-35 വയസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഒരു 35 വയസ്സിൽ അയാൾ ഏത് രീതിയിൽ തിന്നാവേണ്ട അവസ്ഥയിലാണോ ഉണ്ടാവേണ്ടിയിരുന്നത് അതിൽ നിന്നും ബെറ്റർ ആയിരിക്കും ഉണ്ടാവാൻ. ഉപയോഗിക്കാത്ത ഒരാൾ ഒരു കഷണ്ടിയായിട്ട് നടക്കുമ്പോൾ ഇയാൾ കുറച്ച് മുടിയായിട്ട് നടക്കും. ഇനി ഈ 35 വയസ്സിൽ ഒരാൾ നിർത്തി 40 വയസ്സിലെത്തുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 40 വയസ്സിൽ എവിടെയാണോ എത്തേണ്ടത് അതൊരു 5 വർഷം കൊണ്ട് എത്തുമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മിനോക്സിൽ ഉപയോഗിക്കാത്തവർ 40 വയസ്സിൽ എവിടെയാണോ കഷണ്ടി എത്തുന്നത് അതിനേക്കാളും കൂടുതലൊന്നും ഒരിക്കലും മിനോക്സിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പോവുകയും ചെയ്യില്ല. ഒരിക്കലും മിനോക്സിൽ മുടി കൊഴിച്ചിൽ കൂട്ടുന്നൊരു കാര്യമല്ല. മിനോക്സിൽ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ
മുടി പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മിനോക്സിഡിൽ ഉപയോഗിച്ചവരാണെങ്കിൽ അത്രയും കൂടുതൽ മുടി വന്നിട്ടുണ്ടാവും. ആ മിനോക്സിഡിൽ ഡിപ്പെൻഡ് ആയ ഹെയർസ് മാത്രം പോവും. എവിടെയാണോ എത്തേണ്ടിയിരുന്നത് ആ അവസ്ഥയിലേക്ക് എത്തും, അതല്ലാതെ കൂടുതലായിട്ട് പോവില്ല. പക്ഷേ പ്രാക്ടിക്കലായിട്ട് പോവുകയാണ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ബുദ്ധിയിൽ പേഷ്യൻസ് പറയാൻ, ഞാൻ അയാൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എൻ്റെ തലയിൽ ഇത്രയും മുടി ഉണ്ടായിരുന്നു, അതായത് ഗ്രേഡ് 3 മുടിയായിരുന്നു ഉണ്ടത്. ഇയാൾ 5 വർഷം ഇങ്ങനെ ഗ്രേഡ് 5 എത്തേണ്ട ആളായിരിക്കാം. അപ്പോൾ ഇയാൾ ഒരിക്കലും മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഗ്രേഡ് 5 ഗ്രേഡ് 4 ഒന്നും കാണുന്നുണ്ടാവില്ല. ഗ്രേഡ് 3 ഗ്രേഡ് 2 എത്തിയിട്ടുണ്ടാവും. ഒരാൾ 4ാമത്തെ വർഷം നിർത്തി, ഒറ്റയടിക്ക് 1 വർഷം കൊണ്ട് അയാൾ ഗ്രേഡ് 5 എത്തേണ്ടതാണെങ്കിൽ എത്തും. അപ്പോൾ ഇയാൾ പറയാൻ, ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഗ്രേഡ് 3 ഉണ്ടായിരുന്നുള്ളൂ, ഈ ഡോക്ടറെ ഇപ്പോൾ മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ട് നിർത്തിയപ്പോൾ കണ്ടില്ലേ അതിനേക്കാൾ കൂടുതൽ പോയി. അത്രയും വർഷം അതിനെക്കൊണ്ടുള്ള ഉപകാരം ഉണ്ടായതിനെക്കുറിച്ചല്ല പേഷ്യൻസ് പറയാൻ, നേരെ മറിച്ച് അവരുടെ ബുദ്ധിയിൽ പറയാൻ അത് മിനോക്സിഡിൽ കൊണ്ട് പോയതാണെന്ന് പറയും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിനോക്സിഡിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ എക്സ്ട്രാ മുടി പോവില്ല. മിനോക്സിഡിൽ കൊണ്ട് വന്ന മുടിയും മിനോക്സിഡിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ നീണ്ടു നിന്ന മുടിയും പോവാം. അതല്ലാതെ മിനോക്സിഡിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒരാൾ മിനോക്സിഡിൽ ഉപയോഗിക്കാത്ത അവസ്ഥയിൽ എത്രയാണ് ഉണ്ടാവേണ്ടിയിരുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചൊരു സയൻസും കുറച്ചൊരു ഡോക്ടറുടെ അഡ്വൈസും ആവശ്യമുണ്ട്. ഇപ്പം ഈ പറഞ്ഞതാണ്, ഒരാൾ ദുബൈയിൽ നിന്ന് അയച്ചതാണ്, ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് പിന്നെ കുറച്ചും കൂടി വന്നപ്പോൾ നിർത്തി, പിന്നെ ചെറുപ്രാ പോകാൻ തുടങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. കാരണം അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതല്ല. ഒരാൾ പ്രിസ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നമ്മൾ പൊതുവേ പറയാറുണ്ട്, നിങ്ങളത് കുറച്ച് കാലം യൂസ് ചെയ്യുക, ഇടയ്ക്ക് ഒരു 6 മാസം കൂടി 1 വർഷം കൂടി ഒന്ന് വന്ന് കണ്ടേക്ക്, ചിലപ്പോൾ അതിൻ്റെ പീക്ക് റിസൾട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷണ്ടിക്ക് ഏറ്റവും ഒരു ഹോപ്പുള്ള ഒരു റിസൾട്ടുള്ള ഒരു മെഡിക്കേഷനാണ് മിനോക്സിഡിൽ. നിങ്ങളുടെ ഡോക്ടറുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ, അത് പ്രത്യേകിച്ച് പറയാൻ ഈ പറഞ്ഞ പോലെ തന്നെ എത്രയോ ഡോക്ടേഴ്സ്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലാത്തവർ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരുണ്ട്, മുടി ചികിത്സിക്കുന്നവരുണ്ട്. എപ്പോഴും MD DNB ഡിപ്ലോമ ഇൻ ഡെർമറ്റോളജി ഡിഗ്രി ഉണ്ടോ എന്ന് ഉറപ്പിച്ച് അത് മാത്രം പോയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, എറണാകുളത്ത് വേറെ മലപ്പുറത്ത് ഏതൊരു ഡോക്ടറുടെ TCMC രജിസ്ട്രേഷൻ വെച്ചിട്ട് ഒരാൾ ലൈപ്പോസെക്ഷൻ ചെയ്ത് ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വ്യാജന്മാർ കുറേ ഉള്ളൊരു ഏരിയയാണ് ഇതുപോലെയുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളത്. അപ്പോൾ TCMC അത് ഈ ഡോക്ടർ തന്നെ ഇയാളെ പേര് തന്നെയാണെന്ന് നോക്കേണ്ടി വരും. ഡിഗ്രിയൊക്കെ നല്ലൊരു സ്ഥലത്ത് തന്നെ ഉള്ളതാണെന്ന് നോക്കേണ്ടി വരും. കാരണം എത്രയോ സെൻറ്റേഴ്സ് ഉണ്ട്, ഡെർമറ്റോളജിസ്റ്റുകളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് പുറകിൽ ടെക്നീഷ്യന്മാരും ഡെൻറ്റിസ്റ്റുകളും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെൻറ്റേഴ്സുകളും സലൂൺസുകളും മറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകളൊക്കെ നാട്ടിലുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങുക, ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുക, കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുക, അതിനൊരു ഫോളോ ചെയ്യുക. താങ്ക് യു.